ഹലോ ഓൾ, നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത് S7ECയുടെ മൈക്രോവേവ്സ് ആൻഡ് ആൻറ്റിന എന്ന് പറയുന്ന ഫസ്റ്റ് കോർ പേപ്പറിൻ്റെ മൊഡ്യൂൾ 1 ആണ്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് മൊഡ്യൂള് മൈക്രോവേവ്സ് ആൻഡ് ആൻറ്റിനയിലെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് 2 മൊഡ്യൂളാണ് ഏറ്റവും സിമ്പിൾ എന്ന് പറയാനുള്ളത്. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കുറേ തിയറി ഉണ്ട്. അതിനകത്തിൽ വരുന്നത് മെയിൻ 3 ഡെറിവേഷൻസ് ആണ്. ഷോർട്ട് പോളിൻ്റെയും ഹാഫ് പോളിൻ്റെയും പിന്നെ വേറൊരു കുഞ്ഞൊരു ഡെറിവേഷനോടെ. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ തിയറി പാർട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനകത്തിൽ ആൻറ്റിന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻറ്റിന നമ്മുടെ ഇലക്ട്രോൺസിനെ പ്രോട്ടോൺസ് ആക്കുകയോ അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ തിരിച്ച് ഇലക്ട്രോൺസ് ആക്കുകയോ ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിന എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആൻറ്റിന പാരാമീറ്റേഴ്സ്. അപ്പോൾ ആൻറ്റിന പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് കുറേ ആൻറ്റിനാസിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റിന പാരാമീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പല പാരാമീറ്റേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബേസിക് ഇക്വേഷൻ ഓഫ് റേഡിയേഷൻ, നമ്മുടെ ആൻറ്റിനയുടെ ബേസിക് ഇക്വേഷൻ ഓഫ് റേഡിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് IL = QV. എന്താ? IL = QV. അതിൽ I എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ചേഞ്ചിങ് കറണ്ട്, L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ എലമെൻറ്റ്, Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച്, പിന്നെ V എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമ്മുടെ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ആംപിയർ മീറ്റർ സെക്കൻഡ് (-1) ആണ്. ജസ്റ്റ് ആൻറ്റിന പാരാമീറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട സാധനങ്ങളാണ് ഇത്രയും. ബേസിക് ഇക്വേഷൻ ഓഫ് റേഡിയേഷൻ എഴുതണം, അതിനകത്തിലെ ഓരോ എലമെൻറ്റ്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് എഴുതണം, പിന്നെ നമ്മൾ ഈ ഒരു ഡയഗ്രമും വരയ്ക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു ആൻറ്റിനയുടെ അകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു റിസീവർ ഉണ്ട്. ഈ 2 സൈഡിലും കാണുന്നതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ. എന്താ? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ. പിന്നെ ഇവിടെ നടുക്ക് എന്തുണ്ട്? ഇത്രയും പോർഷനാണ് നമ്മുടെ ആൻറ്റിന എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ആൻറ്റിനയാണ്, ഇതും നമ്മുടെ ആൻറ്റിനയാണ്. ട്രാൻസ്മിറ്റർ സൈഡിലും ഒരു ആൻറ്റിനയുണ്ട്, റിസീവർ സൈഡിലും ഒരു ആൻറ്റിനയുണ്ട്. പിന്നെ ഈ 2 ആൻറ്റിനയുടെയും കൂടെ നടുക്കത്തെ ഈ ഒരു സ്പേസ് ആണ് എന്ത്? നമ്മുടെ ഫ്രീ സ്പേസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്മിറ്റർ ഉണ്ട്, ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ട്രാൻസ്മിറ്റർ സൈഡിലെ ആൻറ്റിനയുണ്ട്, ഫ്രീ സ്പേസ് ഉണ്ട്, വീണ്ടും ഒരു ആൻറ്റിന, പിന്നെ വീണ്ടും ട്രാൻസ്മിഷൻ ലൈൻ, എന്നിട്ട് നമുക്ക് റിസീവർ. ഇതിലൂടെ പാസ് ചെയ്യുന്ന വേവ്സിനെ ട്രാൻസ്മിഷൻ ലൈനിലൂടെ വന്നിട്ട് നമ്മുടെ ആൻറ്റിനയിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു വേവ്സിന് പറയുന്ന പേരാണ് ഗൈഡഡ് വേവ്സ്. ഗൈഡഡ് വേവ്സ് എവിടെയുണ്ട്? ട്രാൻസ്മിറ്റർ എൻഡിലും ഉണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം റിസീവർ എൻഡിലും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാം. പിന്നെ ഇത് നമ്മുടെ ജസ്റ്റ് എന്താ പറയുക, അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. അപ്പം നമുക്കിവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ZG, RL, RR, ZA. ഇതാണ് നമ്മുടെ ആൻറ്റിന, ഇത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ. ഇതിനകത്തിലൂടെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ സ്റ്റാൻഡിങ് വേവ്സ്. ആ ട്രാൻസ്മിഷൻ ലൈനിൽ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവ്സ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു റഫ് കൺസെപ്റ്റ് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാലും മതി. അങ്ങനെ വരുമ്പോൾ ZA = RR + RL + ZJ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് റേഡിയേഷൻ പാറ്റേൺ. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ സിമ്പിളാണ്. എന്താണ് റേഡിയേഷൻ പാറ്റേൺ? An antenna radiation pattern is defined as a mathematical function or a graphical representation of the radiation properties of the antenna as a function of space coordinates. ഒരു ആൻറ്റിനയുടെ റേഡിയേഷനെ നമ്മൾ ഗ്രാഫിക്കലി അല്ലെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പം ഇത് നമ്മുടെ X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും വലിയ ലോബ് കണ്ടില്ലേ? ഏറ്റവും വലിയ ലോബ്, ഇതിന് നമ്മൾ ലോബ്സ് എന്നാട്ടോ പറയുന്നത്. ഈ ഏറ്റവും വലിയ ലോബിന് പറയുന്ന പേരാണ് മേജർ ലോബ്. ഇതിൻ്റെ നേരെ ബാക്കിൽ കാണുന്ന ലോബാണ് ബാക്ക് ലോബ് എന്നാണ്. പിന്നെ ഈ നമ്മുടെ മേജർ ലോബിൻ്റെ 2 സൈഡിലുമായിട്ട് കാണുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈഡ് ലോബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ മേജർ ലോബ് ഒഴിച്ച് ബാക്കി എല്ലാ ലോബ്സിനും നമ്മൾ എന്തെന്ന് പറയും? മൈനർ ലോബ്സ് എന്ന് പറയും. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞ്? ഏറ്റവും കൂടുതൽ റേഡിയേഷൻ തരുന്നത് നമ്മുടെ മേജർ ലോബ്, അതിൻ്റെ നേരെ 180 ഡിഗ്രി ബാക്കിലുള്ളത് ബാക്ക് ലോബ്, പിന്നെ നമ്മുടെ ഈ മേജർ ലോബിൻ്റെ തൊട്ടടുത്തായിട്ട് 2 സൈഡിലും കിടക്കുന്നത് സൈഡ് ലോബ്സ്, അത് കൂട്ടാതെ ബാക്കിയെല്ലാം കിടക്കുന്നത് എന്താണ്? മൈനർ ലോബ്സ്. അത്രയാണ് വരുന്നത്. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മേജർ ലോബ്സ്, പിന്നെ ഇത് നമ്മുടെ സൈഡ് ലോബ്സ്. അതായത് ടോട്ടൽ വരുവാണെങ്കിൽ മൈനർ ലോബ്സ്, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ബാക്ക് ലോബ്സ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തിയറി എഴുതിയിരിക്കുക. ഇത് എന്താണ് നമ്മുടെ മേജർ ലോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
റേഡിയേഷൻ ലോബ് കണ്ടെയ്നിങ് മാക്സിമം ഡിറക്ഷൻ ഓഫ് റേഡിയേഷൻ. മൈനർ ലോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബ് ഏത് എക്സെപ്റ്റ് മേജർ ലോബ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ലോബിനും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? മൈനർ ലോബ് എന്നാണ് പറയുന്നത്. സൈഡ് ലോബ്സ് എന്താ? അഡ്ജസെന്റ് ടു മെയിൻ ലോബ്സ്. മെയിൻ ലോബിന്റെ തൊട്ട് 2 സൈഡിലുള്ളതാണ് നമ്മുടെ സൈഡ് ലോബ്സ്. പിന്നെ ബാക്ക് ലോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് മെയിൻ ലോബ്, 180 ഡിഗ്രി ബാക്ക്വേർഡ്സ് ആണത് വരുന്നത്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് നമ്മൾ ഈ പറയാനായിട്ട് പോകുന്നത്. ഹാഫ് പവർ ബീം വിഡ്ത്തും ഫസ്റ്റ് നൾ ബീം വിഡ്ത്തും. എന്തൊക്കെയാണ്? ഹാഫ് പവർ ബീം വിഡ്ത്തും ഫസ്റ്റ് നൾ ബീം വിഡ്ത്തും. ഇതെന്തായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് റേഡിയേഷൻ പാറ്റേൺ മാത്രം മേ ബി ചോദിക്കാം. റേഡിയേഷൻ പാറ്റേൺ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് റേഡിയേഷൻ പാറ്റേൺ, ഈ 2 ഡയഗ്രാം, പിന്നെ ഈ ഓരോ ലോബ്സിൻ്റെ എക്സ്പ്ലനേഷനും മാത്രം എഴുതിയാലും മതിയാവും. അല്ലാതെ നമ്മുടെ അടുത്ത് ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്താണ്, ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബാക്കിയുള്ളത് പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഹാഫ് പവർ ബീം വിഡ്ത്ത്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് originating at the pattern origin and passing through the points of major lobes where the radiation intensity is half of its maximum. അതായത് അല്ലാതെ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സാധനം സ്വന്തമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതേണ്ട ഈ വരച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് പവർ ബീം വിഡ്ത്ത്. എന്താ ഹാഫ് പവർ ബീം വിഡ്ത്ത്? അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഈ മെയിൻ ലോബ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മേജർ ലോബിൻ്റെ പവറിൻ്റെ ഹാഫ് ഓഫ് ദ പവർ അതിന് ടാൻജൻ്റ് ആയിട്ട് പോകുന്ന എന്താണ് ലൈനാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത്. എന്താണ്? നമ്മുടെ റേഡിയേഷൻ പാറ്റേണിലെ ഒറിജിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മേജർ ലോബിൻ്റെ ഹാഫിന് ടാൻജൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ലൈൻ, അതാണ് നമ്മുടെ ഹാഫ് പവർ ബീം വിഡ്ത്ത്. അതേപോലെ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ആംഗിൾ കേട്ടോ, ആ ഒരു ആംഗിളിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് originating at the pattern origin and tangent to the main lobe. ഇതിവിടെ ടച്ച് ചെയ്യണമെന്നില്ല. അല്ലാതെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി മെയിൻ ലോബിൻ്റെ എവിടെയെങ്കിലും കൂടെ ടാൻജൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് നമ്മുടെ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്, ഹാഫ് പവർ ബീം വിഡ്ത്തും ഫസ്റ്റ് നൾ ബീം വിഡ്ത്തും. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഐസോട്രോപിക് പാറ്റേൺ. ഐസോട്രോപിക് നമുക്ക് പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. ഐസോ എന്താണ്? സിമിലർ. അപ്പോൾ എന്തൊക്കെയോ സിമിലർ ആവുന്ന സംഭവമാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഐസോട്രോപിക് പാറ്റേൺ? പാറ്റേൺ ഹാവിങ് ഈക്വൽ റേഡിയേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ സൈഡിലോട്ടും ഈക്വൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐസോട്രോപിക് പാറ്റേൺ. ഫോർ എക്സാമ്പിൾ വേണ്ട ഇങ്ങനെ വരുവാണെന്ന് വെച്ചോ, എല്ലായിടത്തും ഈക്വൽ റേഡിയേഷൻ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐസോട്രോപിക് പാറ്റേൺ. പിന്നെ വരുന്നത് ഡിറക്ഷണൽ അല്ലെങ്കിൽ ഒമ്നി ഡിറക്ഷണൽ. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് മാക്സിമം കണ്ടോ, ഇതിപ്പോൾ ഈ ഇത്രയും പോയിന്റ്സുകളിൽ മാക്സിമം, ബാക്കി എല്ലാ പോയിന്റുകളിലും എന്താ മിനിമം. അങ്ങനെ ചില പോയിന്റ്സിൽ മാത്രം മാക്സിമം അല്ലെങ്കിൽ ചില ഇടത്ത് മാത്രം കൂടുതൽ റേഡിയേഷൻ, ചിലയിടത്ത് മാത്രം വരുമ്പോൾ കുറച്ച് റേഡിയേഷൻ, അങ്ങനെ സെലക്റ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിറക്ഷണൽ അല്ലെങ്കിൽ ഒമ്നി ഡിറക്ഷണൽ. ഓക്കെ, പ്രശ്നമില്ലല്ലോ. പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ആൻറ്റിനയുടെ റേഡിയേഷൻ പാറ്റേണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റിലാണ്. എന്തിനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്പെറിക്കൽ കോർഡിനേറ്റിൽ. നമ്മൾ EMT പഠിച്ചിട്ടില്ലായിരുന്നോ? സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, പിന്നെ എന്തായിരുന്നു റെക്ടാങ്കുലർ, അതൊക്കെ. അതിൽ സ്പെറിക്കൽ കോർഡിനേറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു നമ്മുടെ സ്പെറിക്കൽ കോർഡിനേറ്റ്? R, θ ആൻഡ് φ. ഇതിൽ നമ്മൾ R എടുക്കത്തില്ല, അല്ലാതെ നമ്മുടെ θ ആൻഡ് φ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻറ്റിനാസിനെ ഫുള്ള് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ തീറ്റ, ഈ ഫൈ, എസ് തീറ്റ, എസ് വൈ, ഇത്രയും ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാലും മതി കേട്ടോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അത് ജസ്റ്റ് എന്താണെന്ന് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ആൻറ്റിന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതായത് ജസ്റ്റ് ചെറുതായിട്ട് എന്താണ് റേഡിയേഷൻ, ബേസിക് ഇക്വേഷൻ ഓഫ് റേഡിയേഷൻ എന്താണ്, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, അത്രയും നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മെയിനായിട്ട് നോക്കി? റേഡിയേഷൻ പാറ്റേൺ നോക്കി. പിന്നെ ഹാഫ് ബീം വിഡ്ത്സും നോക്കി, ഹാഫ് പവർ ബീം വിഡ്ത്ത് ആൻഡ് ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത്.
ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇതെല്ലാം ഓരോ ആൻറ്റിന പാരാമീറ്റേഴ്സ് ആട്ടോ. ഇന്നത്തേൽ നമ്മൾ എല്ലാ ആൻറ്റിന പാരാമീറ്റേഴ്സിനെ പറ്റിയൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ആൻറ്റിന പാരാമീറ്റേഴ്സ് ആണ് ഗെയിൻ, ഡിറക്ടിവിറ്റി, ബീം വിഡ്ത്ത്, എഫക്റ്റീവ് അപ്പർച്ചർ, എഫക്റ്റീവ് ഹൈറ്റ്, വേവ് പോളറൈസേഷൻ, റേഡിയേഷൻ റെസിസ്റ്റൻസ് ആൻഡ് റേഡിയേഷൻ എഫിഷ്യൻസി. ഇത്രയാണ് നമ്മുടെ മെയിൻ ആൻറ്റിന പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിലെ നമ്മൾ ഇന്ന് അത്രയും, പിന്നെ അതുകൂടാതെ ആൻറ്റിന ഫീൽഡ് സോൺസും ഇത്രയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അപ്പം ബാക്കിയൊക്കെ ഇതെല്ലാം ഡെഫിനിഷൻസാണ്, ഒരുപാടില്ല. ഇതിനകത്തിലാകെ പോകും ഒരു കുഞ്ഞ് ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ ഇത്രയും ടോപ്പിക്സിനകത്തിൽ വരുന്നത്. ബാക്കിയെല്ലാം ഓരോ ഡെഫിനിഷൻസ് ആൻഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നതാണ് ബീം സോളിഡ് ആംഗിൾ. ബീം സോളിഡ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ മുമ്പേ പറഞ്ഞ സാധനം ബീം സോളിഡ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത്. ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഫസ്റ്റ് നൾ ബീം വിഡ്ത്തിനാണ് നമ്മൾ ബീം സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ഡെറിവേഷൻ, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർ ബൈ റേഡിയസ് ആണ്. ഒരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സ്പിയറിലെ ചെറിയൊരു റെക്ടാങ്കുലർ പോർഷൻ നമ്മൾ എടുത്തിട്ട്, ഒരു റെക്ടാങ്കുലർ പോർഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്പിയർ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ, അത്രയും പോർഷൻ നമ്മൾ എടുത്തിട്ട് അവിടുത്തെ ആംഗിളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബീം സോളിഡ് ആംഗിൾ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഡി എ ഇസ് ഈക്വൽ ടു ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. അതായത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇതാണ് എന്ത്, നമ്മുടെ ഡി എ. ഇതിൽ നമ്മൾ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈക്ക് എന്തെന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, ഡി ഒമേഗ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പം നമുക്ക് ഡി എ എന്തെന്ന് കിട്ടി, ആർ സ്ക്വയർ ഡി ഒമേഗ എന്ന് കിട്ടി. ആ ഡി ഒമേഗയാണ് നമ്മുടെ സോളിഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇതിനകത്തുള്ള ഫൈനൽ ഇക്വേഷൻ അകത്തിൽ നമുക്ക് സാധാരണ നമുക്ക് ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഡബിൾ ഇൻറ്റഗ്രൽ ഡെൽ എൻ തീറ്റ കോമ ഫൈ ഡി ഒമേഗ. ഈ ഡി ഒമേഗയ്ക്ക് നമ്മളിപ്പം കണ്ട ഡി ഒമേഗയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം കൊടുത്താലും മതി. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാലും മതി ബീം സോളിഡ് ആംഗിൾ ചോദിക്കുവാണെങ്കിൽ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ബീം എഫിഷ്യൻസി. ബീം എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദ ടോട്ടൽ ബീം ഏരിയ. നമ്മുടെ ടോട്ടൽ ബീം ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് മേജർ ബീം ഏരിയ ആൻഡ് മൈനർ ബീം ഏരിയ ആണ്. മേജർ ബീം ഏരിയയാണ് ഒമേഗ ക്യാപിറ്റൽ എം എന്നും മൈനർ ബീം ഏരിയയാണ് നമ്മൾ ഒമേഗ സ്മോൾ എം എന്നും എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സം ആണ് നമ്മുടെ ടോട്ടൽ ബീം ഏരിയ. എന്തൊക്കെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സം ആണ് നമ്മുടെ ടോട്ടൽ ബീം ഏരിയ എന്ന് പറയുന്നത്. അതിനകത്തിൽ നിന്ന് നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് മേജർ ലോബ് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ ബീം ഏരിയ ഓഫ് മേജർ ലോബ് ബൈ ടോട്ടൽ. നമ്മുടെ ടോട്ടലിൽ എത്ര പെർസെൻറ്റേജ് ആണോ നമ്മുടെ മേജർ ലോബ് ഉള്ളത് അത്രയാണ് നമ്മുടെ ബീം എഫിഷ്യൻസി ഓഫ് മേജർ ലോബ്. സിമിലർലി ബീം എഫിഷ്യൻസി ഓഫ് മൈനർ ലോബ് എന്ന് പറയുമ്പം എന്താണ്, നമ്മുടെ ഈറ്റ സ്മോൾ എം ഇസ് ഈക്വൽ ടു ഒമേഗ സ്മോൾ എം ബൈ ഒമേഗ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബീം എഫിഷ്യൻസി എന്ന് പറയുന്നത്. പിന്നെ കണ്ടോ, അതിൽ ശരിക്കും ബീം എഫിഷ്യൻസി ഇതിൽ നമ്മൾ മേജർ ലോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് മെയിൻലി ബീം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ഒമേഗ ക്യാപിറ്റൽ എം ബൈ ഒമേഗ എ. അതായത് മേജറിൻ്റെ നമ്മുടെ ബീം ഏരിയ ബൈ ടോട്ടൽ ബീം ഏരിയ. പിന്നെ നമ്മൾ മൈനറിൻ്റെ എഫിഷ്യൻസിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രേ ഫാക്ടർ. പിന്നെ നമ്മുടെ ഈ മൈനറിൻ്റെ എഫിഷ്യൻസി പ്ലസ് മേജറിൻ്റെ എഫിഷ്യൻസി ഈക്വൽ ടു എന്തായിരിക്കും, എപ്പോഴും 1 ആയിരിക്കും. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നതാണ്, ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ബീം സോളിഡ് ആംഗിൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ പഠിച്ചു, റേഡിയേഷൻ പാറ്റേണും പഠിച്ചു, ബീം സോളിഡ് ആംഗിളും പഠിച്ചു, പിന്നെ അതേപോലെ തന്നെ ബീം എഫിഷ്യൻസിയും പഠിച്ചു. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദ പവർ റേഡിയേറ്റഡ് ഫ്രം ആൻ ആൻറ്റിന പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ഈസ് കോൾഡ് ദ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. എന്താ, ദ പവർ റേഡിയേറ്റഡ് ഫ്രം ആൻ ആൻറ്റിന, ഒരു യൂണിറ്റ് സോളിഡ് ആംഗിളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പവറാണ്, അതിൻ്റെ ആൻറ്റിനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പവറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. യു ഓഫ് തീറ്റ കോമ ഫൈ.
ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? പി എൻ ഓഫ് തീറ്റ കോമ ഫൈവ് പവർ ഓഫ് തീറ്റ കോമ ഫൈവ് ഈസ് ഈക്വൽ ടു യു ഓഫ് തീറ്റ കോമ ഫൈവ് ബൈ യു മാക്സ് ഓഫ് തീറ്റ കോമ ഫൈവ്. അതിനെ നമ്മൾ എസിൻ്റെ ടേംസിലോട്ട് കൊടുക്കുമ്പം എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനായിരിക്കും? എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് വെക്ടർ ആട്ടോ. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് വെക്ടറാണ്. ഈ ഒരു പോയിന്റ് വെക്ടർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഫ്രം ദ ആൻറ്റിന. നമ്മുടെ ആൻറ്റിനയിൽ നിന്നോട്ട് ഡിസ്റ്റൻസിനെ അനുസരിച്ചായിരിക്കും അതിനെ മെഷർ ചെയ്തിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡിറക്ടിവിറ്റി. ഡിറക്ടിവിറ്റി എന്താണ്? ഒരു ആൻറ്റിന പാരാമീറ്റർ ആണ്. ഡിറക്ടിവിറ്റി എന്തായിട്ട്? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് മാക്സിമം പവർ ഡെൻസിറ്റി ടു ഇറ്റ്സ് ആവറേജ് പവർ ഡെൻസിറ്റി ഓവർ എ സ്ഫിയർ. നമ്മളിത് ഫുള്ള് കൺസിഡർ ചെയ്ത് എന്താ? സ്ഫിയർ വെച്ചിട്ടാണ്. സ്പെറിക്കൽ കോർഡിനേറ്റിലല്ലേ നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ കിടക്കുന്നത്. അപ്പോൾ സ്ഫിയറിൻ്റെ മാക്സിമം പവറെ ബൈ ആവറേജ് പവർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിറക്ടിവിറ്റി കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിറക്ടിവിറ്റി എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. 1-നെക്കാട്ടിലും വലുതായിരിക്കും എന്ത്? എപ്പോഴും ഡിറക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഡിറക്ടിവിറ്റി ഡി എന്താണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഡിയുടെ ചെറിയൊരു ഡെറിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പി ആവറേജിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? പി ആവറേജ് ഓഫ് തീറ്റ. ഇത് നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. പി ആവറേജ് ഓഫ് തീറ്റ കോമ ഫൈവ് ഈസ് ഈക്വൽ ടു 1/4 ഡബിൾ ഇൻറ്റഗ്രൽ പി ഓഫ് തീറ്റ കോമ ഫൈവ് ബൈ ഡി ഒമേഗ. അതിൽ നമുക്ക് ഡിറക്ടിവിറ്റിയുടെ ഇക്വേഷൻ അറിയാമല്ലോ. ഈ ഡിറക്ടിവിറ്റിയുടെ ഇക്വേഷനകത്തിൽ നമ്മൾ എന്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? പി ആവറേജിൻ്റെ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. പി ആവറേജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 1/4 ഫോമിൽ എഴുതും. കാരണം ഈ പി മാക്സിനെ കൂടെ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവരും? ഈ ഒരു ഇൻറ്റഗ്രലിനകത്തിലോട്ട് കൊണ്ടുവരും. അപ്പോൾ 1/1/4 ഡബിൾ ഇൻറ്റഗ്രൽ പി ഓഫ് തീറ്റ കോമ ഫൈവ് ബൈ പി മാക്സ് ഓഫ് തീറ്റ കോമ ഫൈവ് ഡി ഒമേഗ എന്ന് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. എന്നിട്ട് ഈ 1/1/4 നമുക്ക് എന്തെന്ന് എഴുതാം? 4π എന്ന് എഴുതാമല്ലോ. അങ്ങനെ ആ 4π എന്ത് ചെയ്തു? നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഈ ഒരു എൻറ്റയർ ടേം പി ഓഫ് തീറ്റ കോമ ഫൈവ് ബൈ പി മാക്സ് ഓഫ് തീറ്റ കോമ ഫൈവ്ക്ക് നമ്മൾ എന്തെന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു? പി എൻ ഓഫ് തീറ്റ കോമ ഫൈവ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താ? പി എൻ ഓഫ് തീറ്റ കോമ ഫൈവ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനിയും ഈ ഡബിൾ ഇൻറ്റഗ്രൽ പി എൻ ഓഫ് തീറ്റ കോമ ഫൈവ് ഡി ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ആംഗിൾ ഒമേഗ എ ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ഡി ഈസ് ഈക്വൽ ടു 4π ബൈ ഒമേഗ എ. ഇതിലെ വാല്യൂസ് എല്ലാം കാണാതെ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഡിറക്ടിവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. പി ആവറേജിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിനകത്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് പി എൻ. നമ്മുടെ ഈ ഒരു ഡബിൾ ഇൻറ്റഗ്രലിനകത്തിൽ വരുന്ന സാധനമാണ് പി എൻ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഡിനോമിനേറ്ററിന് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? ഒമേഗ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അതാണ് നമ്മുടെ എന്ത്? ഡിറക്ടിവിറ്റി. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? സ്മോളർ ദ ബീം ഏരിയ ലാർജർ ദ ഡിറക്ടിവിറ്റി. ഇത് ഡി ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ എ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/ഒമേഗ എ. ഇവർ തമ്മിൽ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഡിറക്ടിവിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് കുറയണം? നമ്മുടെ ബീം ഏരിയ കുറയണം. അതേസമയം ബീം ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? ഡിറക്ടിവിറ്റി കുറയും. അവർ തമ്മിൽ എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ഗെയിൻ. ഇനി നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് കൂടി ഉണ്ട് നോക്കാൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ഗെയിൻ. ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പവർ ഡെലിവേർഡ് ബൈ ദ ആൻറ്റിന ടു ദ പവർ റിസീവ്ഡ് ഫ്രം ദ റെഫറൻസ് ഓഫ് ദ ഐസോട്രോപിക് ആൻറ്റിന. നമ്മുടെ ഗെയിൻ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡിറക്ടിവിറ്റി. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡിറക്ടിവിറ്റിക്കാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആൻറ്റിന എഫിഷ്യൻസി ഫാക്ടർ. ആ എഫിഷ്യൻസി ഫാക്ടർ കെ ഇൻറ്റു ഡിറക്ടിവിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. നമ്മുടെ ഡിയുടെ വേരിയേഷൻ എന്തായിരുന്നു? ഡി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരുന്നില്ലേ? ഇവിടെ നമ്മുടെ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻറ്റിന എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ 0 and 1 ഡി ആയിരിക്കും. ജി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്തുമായിരിക്കും? ഡി യു ആയിരിക്കും ഇവിടെ വരുന്നത്. ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഗെയിൻ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ പാരാമീറ്റർ ആണ് എന്ത്? ആൻറ്റിന അപ്പർച്ചർ. ആൻറ്റിന അപ്പർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദി ഏരിയ ഓവർ വിച്ച് ദ ആൻറ്റിന കളക്ട്സ് ഇലക്ട്രോൺസ് ഫ്രം ആൻ ഇൻസിഡൻറ്റ് വേവ് ആൻഡ് ഡെലിവേർഡ് ടു ദ ലോഡ്. അതായത് ഈ ഒരു ഏരിയ, ഈ നമ്മുടെ ആൻറ്റിന ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്ത് അവരെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അവരെ ലോഡിലേക്ക് ഡെലിവറി ചെയ്യിക്കാനായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ആൻറ്റിന അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻറ്റിന അപ്പർച്ചർ. ഇവിടോട്ടാണ് നമ്മുടെ വേവ്സ് വന്ന് ഇൻസിഡൻ്റ് ആവുന്നത്. പ്രശ്നമില്ലല്ലോ ആൻറ്റിന അപ്പർച്ചർ.
അതിൻ്റെ ജസ്റ്റ് ഇക്വേഷനാണ് പി ഈസ് ഈക്വൽ ടു എന്താ ഇ സ്ക്വയർ ബൈ ഇസഡ് എ ടി. അത് നമ്മുടെ പവർ അബ്സോർബ്, നമുക്ക് അബ്സോർപ്ഷൻ പവറും ഉണ്ട്, അതേപോലെ തന്നെ എന്ത് പവറും ഉണ്ട്, റേഡിയേഷൻ പവറും ഉണ്ട്. അപ്പോൾ അബ്സോർപ്ഷൻ പവറാണ് ഇ സ്ക്വയർ ബൈ ഇസഡ് ഇൻറ്റു എ പി. അതേപോലെ തന്നെ നമ്മുടെ റേഡിയേഷൻ പവറാണ് പി ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ എ ബൈ ഇസഡ് നോട്ട് ഇൻറ്റു എ. ആ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, കാണാൻ പഠിച്ചു വെക്കുക. അത്രേ ഉള്ളൂ അതിനകത്തിൽ. ഇനി ഇതിനകത്തിൽ വരുന്നത്, അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ബേസിക് പാരാമീറ്റർ എന്താണിത്, ജസ്റ്റ് ഒരു പാരാമീറ്റർ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. പിന്നെ റേഡിയേഷൻ പാറ്റേൺ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ അതിനെപ്പറ്റി പറഞ്ഞത്, ബീം സോളിഡ് ആംഗിൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ നെക്സ്റ്റ് പറഞ്ഞത് നമ്മുടെ എഫിഷ്യൻസി, ബീം എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, ഡിറക്റ്റിവിറ്റി, പിന്നെന്താ ആൻറ്റിന അപ്പർച്ചർ പറഞ്ഞു. ഇതെല്ലാം ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് അങ്ങനെ എന്താ ഒത്തിരി അങ്ങ് ഇതാക്കേണ്ട ടൈപ്പ് ടോപ്പിക്സ് അല്ല. പിന്നെ ഇതിനകത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഡെറിവേഷനാണ്, ഒത്തിരി ഇല്ല, ചെറിയൊരു ഡെറിവേഷൻ. ഇത് 3 മാർക്കിന് അല്ലെങ്കിൽ നമ്മുടെ എന്താ എസ്സേയുടെ സപ്പാർട്ടായിട്ട് ഒരു 5 മാർക്സോ 4 മാർക്സോ ഒക്കെ ആയിട്ട് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഡെറിവേഷനാണിത്. എന്താണിത്? ദ റിലേഷൻ ബിറ്റ്വീൻ ഡയറക്റ്റിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്മുടെ ഡിറക്റ്റിവിറ്റി ഡിയുടെയും എഫക്റ്റീവ് അപ്പർച്ചർ എയുടെയും കൂടെ ഒരു റിലേഷനാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ER കൺസിഡർ ചെയ്തു, ഒരു വിത്ത് എ ഫാർ ഫീൽഡ് ഡിസ്റ്റൻസ് എ. കണ്ട ഈ ഒരു ഡയഗ്രാം, ഇവിടെ ഒരു AE, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് R, ഇതാണ് നമ്മുടെ ആൻറ്റിന. അതിൻ്റെ ആ ഒരു ആൻറ്റിനയുടെ ഒരു ഇത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഒരു ഡിസ്റ്റൻസ് ആറിലാണ് നമ്മൾ A എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആറിലാണ് നമ്മളൊരു വെക്ടറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ ഉണ്ട്. പി ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ആർ ബൈ ഇസഡ് നോട്ട് ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ എ ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പി ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ ഇസഡ് നോട്ട് ഇൻറ്റു എ ഉണ്ട്. ഇത് രണ്ടും എന്താ, നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ രണ്ട് പവറിൻ്റെ ഇക്വേഷൻസ് കൂടി ഇക്വേറ്റ് ചെയ്യണം. ഈ രണ്ട് പവറിൻ്റെ ഇക്വേഷൻസ് കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, E A square by Z naught into A is equal to ER square by Z naught into R square omega A ആണ്. ഈ Z naught Z naught ഇവിടെ ക്യാൻസൽ ആയി പോകും. അതിൽ നിന്ന് നമ്മൾ ER സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യും, എടുക്കും. ER സ്ക്വയറിൽ നിന്ന് ER എടുക്കാമല്ലോ, റൂട്ട് എടുത്തിട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും, EA by R into root of AE by omega A എന്ന് നമുക്ക് കിട്ടും. ഇനിയും ഇവിടെ നമ്മൾ എന്ത് കൊണ്ടുവരും, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരും. ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AE ഒമേഗ എ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ഒമേഗ എനെ എങ്ങനെ എഴുതാൻ പറ്റും, ലാംഡ സ്ക്വയർ ബൈ AE എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ലാംഡ സ്ക്വയർ ബൈ AE ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ER ഇസ് ഈക്വൽ ടു EA ബൈ R ഇൻറ്റു റൂട്ട് ഓഫ് AE സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ. അതിനകത്തിൽ നിന്ന് ഈ സ്ക്വയറും റൂട്ടൂടെ ക്യാൻസലായി ER ഇസ് ഈക്വൽ ടു EA ബൈ R ഇൻറ്റു AE ലാംഡ എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഡിറക്റ്റിവിറ്റി അറിയാം, D ഈസ് ഈക്വൽ ടു 4π ബൈ ഒമേഗ എ ആണ്. ഈ ഒമേഗ എയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഈ ലാംഡയ്ക്കകത്തുനിന്ന്. ആ ഒമേഗ എയുടെ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് D ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 4π ബൈ ലാംഡ സ്ക്വയർ ബൈ AE. അതായത് D ഈസ് ഈക്വൽ ടു 4π AE ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണെന്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിറക്റ്റിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ. രണ്ടിൻ്റെയും കൂടെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അതിനകത്തിൽ നിന്ന് ERൻ്റെ ഇക്വേഷൻ എഴുതി, അതിനകത്തുനിന്ന് നമുക്ക് ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ എഴുതിയിട്ട് ഒമേഗ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ആ ഒമേഗ എയുടെ വാല്യൂ നമ്മൾ ഡിറക്റ്റിവിറ്റിയുടെ ഇക്വേഷനകത്തിലോട്ട് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഡിറക്റ്റിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ കണ്ടുപിടിച്ചു. ബാക്കിയൊക്കെ ജസ്റ്റ് വായിക്കാനേ ഉള്ളൂ കേട്ടോ, റേഡിയേഷൻ റെസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ, ആൻറ്റിന എഫിഷ്യൻസി, അത്രയും കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, ആൻറ്റിന ഫീൽഡ് സോൺസ്. ഇതിൽ ജസ്റ്റ് ചുമ്മാ തിയറി വായിച്ച് വിടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് വേണ്ടത്. ആൻറ്റിന പാരാമീറ്റേഴ്സ് നോക്കണം, പിന്നെ നമ്മുടെ റേഡിയേഷൻ പാറ്റേണും നമ്മുടെ ഹാഫ് പവർ ബീം വിഡ്ത്ത് ആൻഡ് പേഴ്സണൽ ബീം വിഡ്ത്ത് നോക്കണം. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിറക്റ്റിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫക്റ്റിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ ആൻഡ് ഡയറക്റ്റിവിറ്റി. പിന്നെ വരുന്ന സാധനമാണ് ആൻറ്റിന ഫീൽഡ് സോൺസ്. ബാക്കിയെല്ലാം 3 മാർക്കിൻ്റെ പേരുകൾ, ഡയറക്റ്റിവിറ്റിയുടെ ഡെഫിനേഷനൂടെ നോക്കണം. ബാക്കിയെല്ലാം എന്ത് ചെയ്താലും മതി, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാലും മതി. അപ്പോൾ നമ്മുടെ ആൻറ്റിന പാരാമീറ്റേഴ്സ് കഴിഞ്ഞു. നമ്മൾ ഇത്ര ആൻറ്റിന പാരാമീറ്റേഴ്സ് നോക്കി. ഇനി അതിനകത്തിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ആൻറ്റിന ഫീൽഡ് സോൺസ്. ഓക്കെ, എന്താണ് ആൻറ്റിന ഫീൽഡ് സോൺസ്? എന്താണ് ആൻറ്റിന ഫീൽഡ് സോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഇതാണ് ഒരു ആൻറ്റിന, കണ്ടോ, ഈ വരച്ചിരിക്കുന്നതാണ് ഒരു ആൻറ്റിന. ഈ ഒരു ആൻറ്റിനയുടെ അടുത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ റീജിയൻസ് വെച്ചിട്ട് അതിൻ്റെ റീജിയൻസിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആൻറ്റിനയുടെ റീജിയൻസിനെ നമ്മൾ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3 ആയിട്ട്. വേണ്ടേ, ഈ ആൻറ്റിനയുടെ അടുത്ത് വരുന്ന റീജിയനാണ് റിയാക്റ്റീവ് നിയർ. എന്താ, ഈ ആൻറ്റിനയുടെ അടുത്ത് വരുന്ന റീജിയനാണ് നമ്മുടെ റിയാക്റ്റീവ് നിയർ. കണ്ടോ, പിന്നെ ഒരു ഇച്ചിരൂടെ ഡിസ്റ്റൻസ്, തൊട്ടടുത്തല്ല, ചെറിയൊരു ഡിസ്റ്റൻസ്, അത്രയും ഏരിയയിൽ വരുന്നതിനാണ് നമ്മൾ റേഡിയേറ്റീവ് നിയർ എന്ന് പറയുന്നത്. പിന്നെ ഫാർ ഫീൽഡ്, ആൻറ്റിനയിൽ നിന്ന് ഒരുപാട് മാറി വരുന്നതിനാണ് നമ്മൾ ഫാർ ഫീൽഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മുടെ ഈ ഒരു ആൻറ്റിനയുടെ അടുത്തിൽ നിന്ന് R1, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിയാക്റ്റീവിലോട്ടുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഇതാണ് നമ്മുടെ റേഡിയേറ്റീവിലോട്ടുള്ള ഡിസ്റ്റൻസ് R2. അപ്പോൾ R1 is equal to 0.62 into root of d³ by lambda. അതേപോലെ തന്നെ R2 is equal to 2d² by lambda. അത്രയാണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിയാക്റ്റീവ് നിയർ, റേഡിയേറ്റീവ് നിയർ, ഫാർ ഫീൽഡ്. ഇവരെ 3 പേരെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് നിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ഓഫ് ദ ആൻറ്റിന. അതായത് R1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിനകത്തിൽ വരുന്ന റീജിയൻ ആണ് നമ്മുടെ റിയാക്റ്റീവ് നിയർ. അതിൽ R1ന്റെ വാല്യൂ എത്രയാണ്? R1 is equal to 0.62 d³ by lambda cube. ഇതായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഉള്ളിൽ വരുന്ന പോർഷനാണ് നമ്മുടെ റിയാക്റ്റീവ് നിയർ. അതിൽ ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത്, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഡയമെൻഷൻ ഓഫ് ആൻറ്റിന. പിന്നെ വരുന്നതാണ് റേഡിയേറ്റീവ് നിയർ. റേഡിയേറ്റീവ് നിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേണ്ടിയത് R1ൻ്റെയും R2ൻ്റെ ഇടയ്ക്ക് കാണുന്ന ഏരിയ, അതാണ് നമ്മുടെ റേഡിയേറ്റീവ് നിയർ. കണ്ടോ, ബിറ്റ്വീന് നമ്മുടെ R1, ഇത് നമ്മുടെ R1ഉം ഇത് നമ്മുടെ R2ഉം. R1 ആണ് 0.62 റൂട്ട് ഓഫ് d³ by lambda, R2 ആണ് 2d² by lambda. ഓക്കെ. പിന്നെ ഫാർ ഫീൽഡ്, R2നും അപ്പുറം കാണുന്ന ഫീൽഡാണ് നമ്മുടെ ഫാർ ഫീൽഡ്. പ്രശ്നമില്ലല്ലോ. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2d² by lambda. അതാണ് നമ്മുടെ R2. ഇനി ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണ് നമ്മുടെ ആൻറ്റിന എന്നുണ്ടെങ്കിൽ, ഈ ഒരു ആൻറ്റിനയുടെ ഇത്രയും ഭാഗത്താണ് നമ്മുടെ റേഡിയാക്റ്റീവ് നിയർ. പിന്നെ വേണ്ടി ഇത്രയും ഭാഗം വരുന്നത് റേഡിയേറ്റീവ് നിയർ. ഇതിനും അപ്പുറം എന്തെന്ന് വരും? ഫാർ ഫീൽഡ് എന്ന് വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആൻറ്റിന പാരാമീറ്റേഴ്സ് പഠിച്ചു, ഫീൽഡും പഠിച്ചു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആൻറ്റിന പാരാമീറ്റേഴ്സ് നോക്കണം, റേഡിയേഷൻ പാറ്റേൺ നോക്കണം, ഹാഫ് പവർ ബീം വിഡ്ത്ത് ആൻഡ് പേഴ്സണൽ ബീം വിഡ്ത്ത് എന്താണെന്ന് നോക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇതിൻ്റെ ഡിറക്ടിവിറ്റിയുടെയും കൂടെ ഡെഫിനിഷനും ഈ ഒരു ഇക്വേഷനോട് നോക്കണേ. പിന്നെ വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിറക്ടിവിറ്റി ആൻഡ് എഫക്റ്റീവ് അപ്പർച്ചർ നോക്കണം. പിന്നെ നമ്മുടെ ആൻറ്റിന ഫീൽഡ് സോൺസ്. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്.